പറഞ്ഞതെല്ലാം ഞങ്ങളുടെ MLA കുറിച്ചാണ്. സാബു ജേക്കബിനെ ചുമ്മാ തൂക്കിക്കൊല്ലണം സാറേ. കഴിഞ്ഞ ഞായറാഴ്ച പൂതൃക്ക മഹാസമ്മേളനത്തിൽ വെച്ച് സാബു ജേക്കബ് പരാമർശിച്ച ആ ജന്തു, ആ കാട്ടുമാക്കാൻ ഞങ്ങളുടെ സ്വന്തം MLA കുറിച്ചാണ്. അതുകൊണ്ട് സാബു ജേക്കബിനെതിരെ കേസെടുത്ത് കുറഞ്ഞത് തൂക്കിക്കൊല്ലുകെങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു കമ്മിക്കുട്ടൻ എഴുതി തയ്യാറാക്കിയ പരാതിയുമായി പുത്തൻകുരിശ് SHOയെ കണ്ടു. നിലവിൽ ജാതീയ അധിക്ഷേപം നടത്തിയതിന് SC/ST അട്രോസിറ്റീസ് വകുപ്പിട്ട് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രീനിജന്റെ പരാതിയും ഇതേ ആവശ്യവുമായി ശ്രുതി ശ്രീനിവാസന്റെ പരാതിയും വിളിച്ച് രണ്ട് പള്ളെങ്കിലും പറയണം സാറേ എന്നാവശ്യപ്പെട്ട് വട്ടോളി പൊറഞ്ചുവിന്റെ പരാതിയും നിലനിൽക്കവെയാണ് പുത്തൻകുരിശ് SHO ഗോപകുമാർ ആ ജന്തു ഞങ്ങളുടെ MLA ആണെന്നുള്ള അണികളുടെ രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:44 ശുഭമുഹൂർത്തത്തിൽ 84/2024 എന്ന നമ്പർ ചാർത്തി IPC 153 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് മതിയൊന്നൊരു ചോദ്യവും ഇതുകൊണ്ടടങ്ങുമോ എന്ന തരത്തിലുള്ള ഒരു നോട്ടവും ലക്ഷണശാസ്ത്രവും കയ്യിലിരിപ്പും വെച്ച് നീതിയുടെ കുഴലിലൂടെ കുത്തിയിരുന്ന് നോക്കിയാൽ മേൽപ്പടിയാനെ കുറിച്ചാണ് 2020 ചീഫ് കോർഡിനേറ്റർ പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് പരാതി കൊടുക്കുവാൻ നറുക്കുവീണ ആവലാതിക്കാരൻ ഐക്യനാട് സൗത്ത് വില്ലേജ് തമ്മാനിമറ്റം കരയിൽ ഊട്ടുപുരയ്ക്കൽ വീട്ടിൽ വർഗീസ് ആന്റണി മകൻ 39 വയസ്സും 4 മാസവും സുമാർ 62 കിലോ തൂക്കവുമുള്ള സുന്ദരനും സുമുഖനുമായ ജോഷി വർഗീസ് കൊണ്ടുവന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരാതി വാങ്ങി വായിച്ചു നോക്കി മിനിമം ആ പ്രസംഗം മുഴുവനൊന്ന് കണ്ട ശേഷം ആ കാട്ടുമാക്കാൻ, ആ ജന്തു നിന്റെ MLA ആണെന്ന് നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ മലരികളെ, നിനക്കൊക്കെ പോലീസിനെ മെനക്കെടാതെ പോയി ചത്തോട്ടറ എന്ന് ചോദിക്കേണ്ടതിന് പകരം കിട്ടിയപാടെ വകുപ്പ് 153 ഇട്ട് കേസെടുത്തു. കലാബാഹുവാനം. കാട്ടുമാക്കാൻ എന്ന് വിളി കേട്ട് നാട്ടുകാർ ചിരിച്ച് ഊപ്പാടാകുന്നത് നാട്ടുകാർ തത്സമയം കണ്ടതാണ്. അവിടെ ഒരു കലാപവും നടന്നില്ല, നടക്കത്തുമില്ല. ജനങ്ങളുടെ പ്രതികരണം ഇനി എന്താണെന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ കേൾക്കാം. ഇനി ഹൈക്കോടതിയിലെ വിവരമുള്ള ജഡ്ജിമാർ ഈ FIR എടുത്ത് കോഷ് ചെയ്ത് കളയും. എന്നിട്ട് പോലീസിനോട് ചോദിക്കും, ഈ IPCയും CRPCയും ഒക്കെ വകുപ്പുകൾ ആണുങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട വേട്ടാവളിയന്മാരുടെ കുണ്ടി തുടയ്ക്കുവാനാണോ എന്ന്. ഇങ്ങനെ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്ന SHOമാരെ മിനിമം റൈഫിൾ പൊക്കിപ്പിടിച്ച് ഒരു 10 തവണ പൊരിവെയിലത്ത് നാട്ടുകാർ കാണുക ഹൈക്കോടതിക്ക് ചുറ്റും ഓടിക്കുന്ന ഒരു ആചാരം കൊണ്ടുവന്നാൽ മാത്രമേ ഈ ദുരുപയോഗം നിർത്തുവാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ വളിവിട്ടാലും 153A ഇട്ട് കേസെടുത്ത് കളയും. ഞാൻ വേട്ടാവളിയന്മാർ എന്നുദ്ദേശിച്ചത് സാബു ജേക്കബ് ഉദ്ദേശിച്ച ആ ജന്തുവിനെ കുറിച്ചല്ല എന്ന് ഞാനിവിടെ സത്യവാങ്മൂലം നൽകുന്നു. അല്ലെങ്കിൽ പുല്ലന്മാർ അതിൻ്റെ പിതൃത്വവും ഏറ്റെടുത്ത് കളയും. അതുകൊണ്ടാണ് ചൂച്ചിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ ചൊല്ല്. അതിൻ്റെ പിതൃത്വവും കൂടെ ഏറ്റെടുക്കുമെന്നോ? നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാമല്ലോ, എടുത്തോണ്ട് പോട്ടെ. ഇനി സാബു ജേക്കബിനെ വിരട്ടുവാനും നാറ്റിക്കുവാനും കൊലവിളി നടത്തിയ പേപ്പട്ടികളുടെ വിളയാട്ടം കണ്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം ആവശ്യം എത്രയും വേഗം അവരുടെ നാട്ടിൽ 2020 തുടങ്ങണമെന്നും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും 2020 കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നും സാബു ജേക്കബ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നുമാണ്. ഒറ്റ എപ്പിസോഡായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് നൽകുവാൻ സാധിക്കാത്തതിനാൽ പല എപ്പിസോഡുകളിലായി ഞങ്ങളത് ഇന്നു മുതൽ സംരക്ഷണം ആരംഭിക്കുകയാണ്. ഈ അഭിപ്രായ പ്രകടനങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ കാരണം ജനങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ജനങ്ങൾ സാബു ജേക്കബിനെയും 2020യെയും ഒരു ഓൾട്ടർനേറ്റീവായി കാണുന്നതെന്ന്. ഈ പ്രതികരണങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള നാനാജാതി മത വിഭാഗങ്ങളിലുള്ള പല ജില്ലകളിലുള്ള പല പ്രായത്തിലുള്ള പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സീനിയർ സിറ്റിസൺ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്രത്തോളം അവർ മാറി ഭരിച്ചു മുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തീവട്ടി മുന്നണികളെ വെറുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് സോകോൾഡ് പൗരപ്രമുഖന്മാരുടെ മാധ്യമ നിരീക്ഷകരുടെ ഒന്നും അഭിപ്രായം കേൾക്കേണ്ട. ജനങ്ങളുടെ സത്യസന്ധമായ പ്രതികരണം കേട്ടാൽ മതി. പുറമെ പേപ്പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നുവെങ്കിലും വീട്ടുടമകൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് ITV ന്യൂസ് പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. പ്രതികരണങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇനിയും പ്രതികരണം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇനി പ്രതികരണങ്ങളുടെ ആദ്യ ഭാഗത്തിലേക്ക്. ഞാൻ പാലക്കാട്ടു നിന്നാണ്, സാം എബ്രഹാം. ഞാൻ 2020യുടെ മീറ്റിങ്ങുകളെല്ലാം കണ്ടു.
സാർ അതിന്റെ പ്രക്ഷേപണം ചെയ്തത് ഞാൻ കണ്ടു. ഇപ്പോ സാർ പുതിയതായിട്ടൊരു വീഡിയോ ഇട്ടതും ഞാനിപ്പോ കണ്ടിട്ട് ഞാനത് എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള ആ പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ള ചില പുരോഗമനങ്ങൾ, മാറ്റങ്ങൾ, അത് മാത്രമേ ഞാൻ അങ്ങനെ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ ശരി കണക്കുകളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. ഞാനിപ്പോൾ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നേറ്റം തുടരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് തുടരണം. കേരളത്തില് ഒരു മാറ്റം അനിവാര്യതയാണ്. അതിനുവേണ്ടി ജനങ്ങൾ കാത്തിരിക്കുക. ഇതുവരെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുമ്പോഴാണ് ഇപ്പോ 2020 ഒരു മുമ്പോട്ട് വന്നിരിക്കുന്നത്. കിഴക്കമ്പലം കൊണ്ട് അവസാനിക്കുമെന്ന് ഓർത്തു. അവിടെ ഒരു 4 പഞ്ചായത്തൂടെ വന്നു. ഇനി ഇപ്പൊ കേരളത്തിലേക്ക് മൊത്തമുള്ള പഞ്ചായത്തുകളിലേക്കും അസംബ്ലിയിലേക്കും മത്സരിക്കാൻ അതിന് ശക്തി നമ്മൾ മുമ്പോട്ട് വന്നെങ്കിലേ ശക്തി ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. ആ ധാരണയുടെ പേരിൽ ഞാൻ പറയുന്നു, ഞാൻ പാലക്കാട് എന്നാണ് വിളിക്കുന്നത്. പാലക്കാട് ഇതിന്റെ യൂണിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിന്റെ സജീവ പ്രവർത്തകനായിരിക്കും. കാരണം ഇവിടെ ഈ നിലവിലുള്ള മുന്നണികളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികൾ. അവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ജനങ്ങളും മടുത്ത് നിരാശയിൽ കഴിയുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു പ്രത്യാശ ജനങ്ങൾക്ക് നൽകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. പാലക്കാട് എവിടെ താമസിക്കുന്നത്? ഞാൻ പാലക്കാട് കഞ്ചിക്കോട് അടുത്താണ്. അല്ലേ? എന്ത് ചെയ്യുമായിരുന്നു? ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരനാണ് സാർ. അന്നേരം വളരെയേറെ സന്തോഷം വിളിച്ചതിന്. കൂടാതെ ഒരു കാര്യം കൂടെ, ഞാൻ ITIയുടെ സബ്സ്ക്രൈബറാണ്. എല്ലാ വീഡിയോകളും കാണുന്നുണ്ട്. ഓക്കെ, സന്തോഷം. എന്റെ പേര് ജേക്കബ്. ഞാൻ കൊല്ലത്തിൽ നിന്ന് വിളിക്കുകയാണേ സാറേ. സാറ് ഇപ്പൊ പറഞ്ഞ ആ വാർത്ത ഞാൻ കേട്ട സാറേ. സാബ് ജേക്കബിനെ ക്രൂശിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ഒന്നാം കൂലികൾക്ക് നല്ല ശിക്ഷ കൊടുക്കുവാനായിട്ട് ഇതേപോലത്തെ നേർമയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സമ്പന്നരുണ്ട്. അവരെയൊക്കെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് അത്രയ്ക്കും കൂറുള്ള ഒരു പാർട്ടിയായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പ്രസക്തി എന്താ സാർ ഉള്ളത്? സാറേ, ഈ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂടി വെക്കുകയല്ല, ഇത് തുറന്നു കാട്ടുകയാണ്. ഇപ്പൊ തുറന്നു കാട്ടിയ സാബ് ജേക്കബിനെ നിമിഷങ്ങൾക്കകം ഒഴിവാക്കാനായിട്ട് അത് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ഈ കൂട്ടരെ നമ്മൾ ഒറ്റപ്പെടുത്തണം എന്നുള്ള ആ ഒരൊറ്റ വാക്കിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ടാവും. കേരളത്തെ ബിറ്റു മുടിച്ച് നാറാണ കല്ലെടുത്ത് എല്ലാവരും ബോധവാന്മാരാണ്. എനിക്ക് ഇത് പറയാനുള്ളത് ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉണരേണ്ട സമയം കഴിഞ്ഞു. ഈ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ഒരു മൂവ്മെന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കത്തില്ല, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഞങ്ങൾ 100 പേരുണ്ടാവും. എന്റെ നാമത്തിൽ 100 പേര്. ഞാൻ ഈ കൊല്ലം പ്രദേശത്തിൽ നടക്കും. കൊല്ലം സിറ്റിക്കകത്താണ് ഞാൻ താമസിക്കുന്നത്. കോർപ്പറേഷനാണ് എന്റെ ഏരിയ. കൊല്ലത്ത് എവിടെയാ സാർ താമസിക്കുന്നത്? ഞാൻ കൊല്ലം തീരദേശമാണ് താമസിക്കുന്നത്. അതായത് കോർപ്പറേഷൻ അകമാണ്. കൊല്ലത്തെ കോർപ്പറേഷനും ഞാനുമായിട്ട് 1 കിലോമീറ്റർ ദൂരം. ഓക്കെ സാർ, വളരെ സന്തോഷം വിളിച്ചതിന്. ഞാൻ അങ്ങ് ഒത്തിരി പേർക്ക് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യും. ഇതിനു മുമ്പ് കുറച്ച് ഷെയർ ചെയ്ത് വീണ്ടും ഷെയർ ചെയ്യും. എന്റെ ഗ്രൂപ്പിലെല്ലാം ഇട്ട് കൊടുക്കും. സാറേ, ഇത് മാറ്റം വരുത്തണം സാറേ. ഇനി സമയമില്ല, വൈകരുത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. നേരായ മാർഗത്തെ ചരിക്കുന്ന ഒരു വ്യക്തിയും നിങ്ങളെ കൈവിടില്ല. ഓക്കെ സാർ, താങ്ക് യു സാർ. ഹലോ, സാറിന്റെ ന്യൂസ് കേട്ടായിരുന്നു ഇപ്പോഴേ. എവിടുന്നാ വിളിക്കുന്നേ? ആരാ? കൂരോപ്പട പഞ്ചായത്തിൽ നിന്നാണ്, പാമ്പാടി അടുത്തുള്ള കൂരോപ്പട പഞ്ചായത്ത്. എന്റെ പേര് സത്യനാഥൻ. സാറേ, ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ ഈ പഞ്ചായത്തിൽ വരികയാണെങ്കിൽ പരമാവധി എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ആൾക്കാരെ ഇതിനകത്ത് ചേർക്കാൻ എനിക്ക് സാധിക്കും. സാർ എന്ത് ചെയ്യുന്നു? സാറേ, ഞാൻ സ്വർണ്ണപ്പണിയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു നിലവിലെ അവസ്ഥയിൽ ഈ 2020യോടുള്ള ഒരു പ്രതീക്ഷ എന്താ ജനങ്ങളുടെ? 2020യോടുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങള് 99% സാവധാനം നടത്താൻ പറ്റും. അതായത് എമർജൻസി ഇപ്പം സ്പീഡിൽ നടത്താൻ പറ്റത്തില്ല. കാരണം പല രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിലാണ് ആൾക്കാർ ഇപ്പം ഉള്ളത് നിലവിലെ. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് ആൾക്കാർക്ക്. ഈ മീഡിയയിൽ കൂടെ ഒക്കെ വന്ന ആൾക്കാർക്കൊരു ധാരണ. ഞാൻ പലരോടും ഇതേപ്പറ്റി സംസാരിച്ചപ്പം ഈ ഒരു പ്രസ്ഥാനം വേരോടുകയാണെങ്കിൽ നമുക്ക് മാന്യമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹാരമാകുമെന്നാണ് പലരുടെയും അഭിപ്രായം. ഈ 2020യിൽ ഒരു പ്രതീക്ഷ വെക്കാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇത് കൊള്ളാമെന്നൊരു തോന്നാനൊരു കാരണം? എന്റെ കാരണം എന്ന് വെച്ചാൽ ഈ മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും
ഒക്കെ മാത്രമായിട്ടാണ് അവരുടെ ഭരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരോട് ആശ്രയിച്ച് നിൽക്കുന്നവർക്കും സാമ്പത്തികമുള്ളവർക്കും ഒക്കെയാണ്. ഇപ്പം സാധാരണക്കാരന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് മാന്യമായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ന്യായമായ വിലയിൽ അവരുടെ നിത്യോപസാധനങ്ങൾ കിട്ടുകയും അവർക്കൊരു ജീവിത ഭദ്രതയും അവരുടെ കഷ്ടപ്പാടിന് ഒരു മൂല്യം കാണുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്കൊരു തോന്നലുണ്ട്. ഈ പ്രവർത്തനം നാളുകൾക്ക് മുമ്പ് എനിക്ക് പ്രസ്ഥാനത്തെ പറ്റി ഞാൻ കേട്ടിട്ടുമുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ഒരു നേതൃത്വം കൊടുക്കുന്ന സാബു എം ജേക്കബിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? കാരണവന്മാരായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തലമുറകൾക്ക് മുമ്പ് നല്ല സാമ്പത്തികമുള്ള ഒരു വ്യക്തിയെ കുടുംബത്തിൽ ജനിച്ച ഒരു സാത്വികനായ ഒരു വ്യക്തിയാണെന്ന് ഒരു തോന്നലുണ്ട് നമുക്ക്. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് കട്ടും മോഷ്ടിച്ചും ഒരു സമ്പത്തുണ്ടാക്കി തലമുറ നിലനിർത്തേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നില്ല ഉമ്മൻചാണ്ടിയെ പോലെ. അതുകൊണ്ട് ഇദ്ദേഹം ഈ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ 99% നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അത് നല്ല രീതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ വാർഡിലും ഓരോ മെമ്പറിനെ അടുത്ത തെരഞ്ഞെടുപ്പിന് നിർത്താൻ സാധിക്കുമെങ്കിൽ പരമാവധി ആൾക്കാർ അതിന്റെ പിന്നിൽ അണിനിരക്കും. നല്ലൊരു സ്ക്വാഡ് വർക്ക് കൂടെ ചെയ്താൽ മതി. ശരിക്കും ആളുകൾക്ക് ഈ നിലവിലുള്ള ഈ മുന്നണി സംവിധാനങ്ങളോടൊക്കെ ശരിക്കും ആളുകളുടെ പ്രതീക്ഷ പോലും വെറുപ്പായി തുടങ്ങിയില്ലേ? 100% ഉണ്ട് സാറേ, 100% വെറുപ്പായി തുടങ്ങി. ആ പ്രവർത്തന ശൈലി അതാണ്. നമുക്ക് ഒന്ന് പ്രതികരിക്കാനോ അഭിപ്രായം പറയാനോ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു ഭരണത്തെപ്പറ്റി, പിണറായി വിജയന്റെ ഭരണത്തെപ്പറ്റി നമ്മളൊരു നമ്മുടെ ഒരു അഭിപ്രായം പബ്ലിക്ക് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ തിന്ന് ചിരിക്കുകയോ അല്ല അതിന് സപ്പോർട്ട് ചെയ്യുകയില്ല. നമ്മൾ നമ്മളെ സൗഹൃദക്കാർ എല്ലാവർക്കും അറിയാം ഈ ഇപ്പോഴത്തെ ഭരണത്തിന്റെ കാര്യങ്ങളെ പറ്റി. പിന്നെ അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഈ ITI യൂണിവേഴ്സിറ്റിയിൽ കൂടെ വന്ന 2020 എന്നുള്ള ഈ പ്രസ്ഥാനം മാന്യമായിട്ട് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും സാറേ കാലങ്ങൾ അധികം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഈ നമ്മുടെ കേരളം തന്നെ ഭരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു സാറിന്റെ ഇന്നലത്തെ. ഞാൻ ഇന്നലെ മീഡിയയിൽ കണ്ടായിരുന്നു. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ മീഡിയയിൽ കൂടെ സാറിനെ പോലെയുള്ള സന്മനസ്സുള്ളവരും വിശാലമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും മീഡിയയിൽ പ്രതികരിച്ച് മനുഷ്യന് ബോധം വന്ന് അവര് മീഡിയയിൽ കൂടെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എന്നോട് ചോദിച്ച പോലെ തന്നെ ഒരു കാരണവശാലും നിയമം അതിനെ അനുവദിക്കുമെന്ന് തോന്നുന്നു. നമുക്കിവിടെ കോടതി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചുമ്മാ വ്യാജമായ കേസെടുത്ത് ആൾക്കാരെ തേജോവധം ചെയ്യാന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പരിഷ്കാരമായിട്ട് അവർ കണക്കാക്കണം. അതൊക്കെയല്ലേ ഉള്ളൂ. അഭിപ്രായം പറയുന്നവനെ അടിച്ചമർത്തുക എന്നുള്ള ഒരു പ്രതികരണം, ഒരു ശൈലി മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ നന്മയായിട്ടൊരു പ്രവൃത്തിയോ ഒരു സംഭാഷണമോ ഒരു സൗഹൃദമോ കരുതലോ എന്തെങ്കിലും ഈ ഭരണത്തിൽ നിന്ന് അവർക്കല്ലാത്തവർ മറ്റാർക്കും കിട്ടുന്നില്ല. ചേർത്തലെന്നാണ് വിളിക്കുന്നത്. പേര്? എന്റെ പേര് ജയപ്രകാശനാണ് സാർ. ഞാൻ സാറിന്റെ എല്ലാ ചാനലിലും എല്ലാ തന്നെ ന്യൂസ് ഐറ്റും കാണുന്നതാണ് കേട്ടോ. കമന്റ്സ് ഇടാറുള്ളതാണ്. എനിക്ക് വളരെ വളരെ സാറിന്റെ ആത്മാർത്ഥതയും ഇതൊക്കെ എനിക്ക് വളരെ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ സാറിന്റെ വ്യൂസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്റെ വ്യൂസുമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ റിട്ടയർ ചെയ്തു. ഞാൻ ഭയങ്കര ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തിപ്പോൾ 62 വയസ്സുണ്ട്. റീസെന്റ് ആയിട്ട് ഞാൻ എല്ലാ ഇതും കാണുന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നിച്ച ഈ സാബു സാറിന്റെ ആ ഒരു പ്രസംഗം അതും ഞാൻ കേട്ടായിരുന്നു കേട്ടോ. സാറ് വഴി ഞാനത് കേട്ടായിരുന്നു. പ്രസംഗം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കേട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 62ാമത്തെ വയസ്സിൽ എനിക്ക് ആവേശം ഇങ്ങനെ തരുന്ന, അത്രയ്ക്ക് അത്യാവശ്യം തരുന്ന ഒരു പ്രസംഗം തന്നെ ആയിരുന്നു അത്. പിന്നെ പ്രസംഗം പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഇത് മാത്രം എനിക്ക് അറിഞ്ഞൂടാ. ഈയിടയ്ക്ക് റീസെന്റ് ആയിട്ടുണ്ടായ ഒരു സംഭവം ഞാൻ സാറിന് ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഗണേഷ് കുമാർ സാറ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരുപാട് ദൗർബല്യങ്ങളുള്ള മനുഷ്യനാണ് എനിക്കറിയാം. പക്ഷെ എന്നിരിക്കലും പുള്ളിയുടെ ആ പ്രസംഗം ആർജവം ഉള്ളതായിരുന്നു. ഞാൻ സാറിന്റെ ഇതിൽ ഞാൻ ഇട്ടിരുന്നു, കമന്റ് ഞാൻ ഇട്ടിരുന്നു. പുള്ളിയുടെ പ്രസംഗം കേട്ടറിയാം. അതിൽ ശരിക്കും പുള്ളിക്ക് ഒരു ആത്മാർത്ഥത, പുള്ളി ചെയ്യുന്ന ജോലിയോട് ശരിക്കും ആത്മാർത്ഥത തുളുമ്പുന്ന വാക്കുകളായിരുന്നു അത്. പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പുള്ളി തുടങ്ങിയതേ ഉള്ളൂ, ആൾക്കാർ സമ്മതിക്കില്ല. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്നോ ഇന്ന മതത്തിന്റെ സമുദായ സംഘടനയെന്നോ വ്യത്യാസമൊന്നുമില്ല സാർ. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന് 100,000 തടസ്സങ്ങളുമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇന്നയാളൊന്നും ഇല്ല അതിന്. എത്രത്തോളം റെസിസ്റ്റൻസ് കൂടുവോ അത്രത്തോളം സക്സസും കൂടും. കാരണം ആ ഒരു ഇച്ഛാശക്തി ഉള്ളവരാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്ന് ഓർക്കുക, ഈ സാബു എം ജേക്കബിനെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമൊക്കെ ഒരു ഫൈറ്ററാ. കാരണം അവര് ഈ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിയിറങ്ങി വന്ന ആളുകളല്ല. അവര് കഷ്ടപ്പെട്ട് അവര് അച്ചീവ് ചെയ്ത് എല്ലാം പോസിബിൾ ആണെന്ന് കാണിച്ച് ഈ രാഷ്ട്രീയത്തിലേക്കാണെങ്കിലും രാഷ്ട്രീയമാകുന്ന ലബോറട്ടറിയിൽ 12 വർഷം എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു ഫോർമുല കണ്ടെത്തി അത് സക്സസ് ആണെന്ന് കണ്ട ശേഷമാണ് അവര്
പബ്ലിക്കിനെ അഡ്രസ് ചെയ്ത് ഇപ്പൊ വരുന്നത്. നമ്മളെയൊക്കെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു വശം അതാ. അങ്ങ് സൂചിപ്പിച്ച് കാണിച്ച പോലെ ഗണേഷിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പം എല്ലാ മനുഷ്യനിലും ഈ ഏഞ്ചൽ സൈഡും ഉണ്ട്, ഡബിൾ സൈഡും ഉണ്ട്. അത്തരം പൊളിറ്റിക്സ് ആണെങ്കിലും നമ്മുടെ സമൂഹവും നേതാക്കന്മാരും രണ്ട് കൂട്ടരുടെ കയ്യിലും ഈ രണ്ട് സൈഡും ഉണ്ട്. അന്നേരം നമ്മൾ എങ്ങനെ ഇതിന്റെ ഏഞ്ചൽ സൈഡ് നമുക്ക് യൂസ് ചെയ്യാം, അതിനെ നോക്കുകയും അതിന്റെ സൈഡ് നമുക്ക് നോക്കി ഈ പോയാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച എന്താ പറയുന്നത് നല്ല രീതിയിൽ പോകാൻ പറ്റും. അതിൽ ഈ ഇടയ്ക്ക് എന്റെ ഒരു ഇതിൽ കമന്റ് ചെയ്യാൻ ഇട്ടിരുന്നു സാർ, അത് ശ്രദ്ധിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഈ നമ്മുടെ നാട്ടില് മഹാബലി, അതായത് നാടിന്റെ നന്മയ്ക്കായിട്ട് മാത്രം, നാടിന്റെ സത്യസന്ധതയും നന്മയും മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു മഹാബലി. അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലൊരാൾ തന്നെ വന്ന് പാതാളത്തിലേക്ക്, അതായത് ഇനി ഒരു കാരണവശാലും തിരിച്ചു വരരുതെന്ന് വിചാരിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി. അത് ചവിട്ടിത്താത്തിയത് മാത്രമല്ല, അത് വർഷം തോറും നമ്മൾ ആഘോഷിക്കുന്ന വേറൊരു ജനത ഈ ഭൂലോകത്ത് വേറെ കാണില്ല. യേശുക്രിസ്തു തിരിച്ചു വന്നപ്പോൾ നമ്മൾ ആഘോഷിച്ചു. പക്ഷെ ഇദ്ദേഹം ചവിട്ടി താത്തിയതിന്റെ ആ ഒരു ആഘോഷം നടത്തുന്ന വേറൊരു ജനതയെ കാണാൻ പറ്റും. അതിന് ഞാൻ അതിന്റെ ഈ നമ്മുടെ ആ നാടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഞാൻ സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ നന്മ അല്ലെങ്കിൽ ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിച്ചു പോയാൽ നമ്മളെ പാതാളത്തോളം ചവിട്ടിത്താക്കുന്ന ഒരു ഞാൻ ഇതിലൂടെ മനസ്സിലാക്കട്ടെ, ഞാൻ വലിയ പുണ്യവാളനാകാൻ ചമയുകയല്ല, ബട്ട് അത് നമുക്ക് ഞാൻ സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യനാകട്ടെ. ഞാനിപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ് ഞാൻ സാധാരണ ചിന്തിക്കുക എനിക്ക് ഒരുപാട് തന്ത്രങ്ങളോ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രങ്ങളോ ഒന്നും ഒരു അറിവുള്ള ആളല്ല. ബട്ട് ഞാൻ ഐ ഹാവ് ഒബ്സർവ്ഡ് സോ മെനി ഇയേഴ്സ് ദീസ് പൊളിറ്റീഷ്യൻസ്. ഒരു 10-15 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കും, പത്രത്തിൽ വായിക്കുകയും രാഷ്ട്രീയം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയം ഞാൻ പ്രവർത്തിച്ചില്ല എന്നുള്ള സത്യമാണെങ്കിൽ പോലും അതുകൊണ്ട് ഒരുമാതിരിയുള്ള മൂവ്മെന്റ്സ് ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് അത് നമ്മുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എന്നിരിക്കെ പോലും എനിക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പൊളിറ്റീഷ്യൻസിന്റെ പല രാഷ്ട്രീയ നിലപാടുകളും ഞാൻ അത്യാവശ്യം എനിക്ക് അറിയാവുന്ന ആളാണ്. ഈ പറയുന്ന രാജ്യസ്നേഹം, ഈ ആത്മാർത്ഥതയോടൊരു രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ എത്ര പേരുണ്ട് സാർ ഇവിടെ. ദേശീയ പതാക കാണുമ്പോൾ സല്യൂട്ട് അടിക്കുകയും അല്ലെങ്കിൽ ജനഗണമന പാടുമ്പോഴത്തേക്കും അറ്റൻഷനായിട്ട് നിൽക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അത് പൂർണ്ണമായും ആത്മാർത്ഥത്തോടുകൂടി ഈ രാജ്യസ്നേഹം എന്ന് പറയാൻ എത്ര പേർക്കുണ്ട്. അത് സാറ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളിതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്നും എല്ലാം ഷോയാണ്. എവറിത്തിങ് ഇസ് ഷോ. ഹിപ്പോക്രസികളുടെ ഒരു വലയം തന്നെ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഏത് തരത്തിലും, ഞാൻ രാഷ്ട്രീയം പറയുകയോ മതം പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റും അത് തന്നെയാണ്. അപ്പൊ ഇതാണ് പ്രശ്നം ഉണ്ടാകുന്നത് മുഴുവൻ. ഈ ഷോയാണ് എല്ലാ കാര്യത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നിക്കുന്നു. പറഞ്ഞ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ അന്നത്തെ ദിവസത്തെ സാറിന്റെ പ്രസംഗം കേട്ടപ്പോഴും ഈ ആവേശം ഉണ്ടായെങ്കിലും ഞാൻ പിന്നെ കമന്റ് ഒന്നും ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യാം. ബട്ട് ഇന്നത്തെ ആ പ്രതിഷേധം കണ്ടപ്പോൾ എനിക്കൂടെ അത് പ്രവർത്തിക്കണമെന്ന് തോന്നുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അവരുടെ ആ പ്രതിഷേധത്തിന്റെ ഒരു ഇത് സാർ ഇട്ടിട്ടുണ്ടല്ലോ യുഎസ്ഐക്കാരുടെ. അപ്പം പിന്നെ അത് കണ്ടപ്പോഴാണ് എനിക്കിപ്പോൾ പ്രവർത്തിക്കണമെന്ന് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ഒരു പ്രസംഗിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഒരാൾക്ക് മാത്രമായിട്ടല്ലല്ലോ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശം. ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് ആർക്കും പ്രവർത്തിക്കാം, ആർക്കും എന്തും ചെയ്യാം. പക്ഷേ ഒരാൾക്ക് മാത്രമേ ഒരു കൂട്ടർക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അവകാശമുള്ളൂ. അവരുടെ ആ ധാർഷ്ട്യം ശരിക്കും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ രോഷം ഉണ്ടായത്. ഞാൻ സാറിനെ വിളിച്ചത് അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, ഞാനൊന്നും ചെയ്യാൻ ഈ 62 വയസ്സിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ബട്ട് എനിക്ക് എന്തായാലും അത് പ്രവർത്തിക്കണമെന്നൊരു ആഗ്രഹം ഇപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അനിയൻ കുഞ്ഞ്. ഞാൻ അയ്മനത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു എക്സ് ആർമിയാണ്. ഞാൻ ഒരു അധ്യാപകനായിട്ട് കുറെ കാലം ജോലി ചെയ്തു. ഡൽഹിയിൽ നിന്ന് ഇപ്പൊ തിരിച്ചു വന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണ്. അപ്പം ഇന്നലത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പറഞ്ഞത് ഇവനെയൊക്കെ ആരോ അത് വളരെ എഫക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇന്നത്തെ ഇതിപ്പോ ഞാൻ കണ്ടതേ ഉള്ളൂ നമ്മുടെ സാബു ജേക്കബിന്റെ നല്ല കാര്യം. ഞാൻ എന്റെ ജീവിതകാലത്തിൽ മുഴുവൻ വിശ്വസ്തമായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കേ നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് പ്രതികരിക്കുന്ന 3-4 പേരെ കാണുന്നുള്ളൂ. ഒന്ന് സുനിലുണ്ട്. സുനിൽ എനിക്കൊരു കുഞ്ഞനിയനെ പോലെ പ്രായം കുറഞ്ഞതുകൊണ്ടാണ് പേര് വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ ഷാദിന്റെ കാണുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. 2020 സാബു ജേക്കബിനെയും കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെ കാണിച്ചു? ഇദ്ദേഹത്തിൽ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും കാണുന്ന ഒരു വ്യത്യാസം എന്താ? ഇങ്ങനൊരു രാഷ്ട്രീയക്കാരൻ്റെ അല്ല ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. പുള്ളിയിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു
ക്വാളിഫിക്കേഷൻ ഞാൻ കാണുന്നത്. രാഷ്ട്രീയക്കാരന്റെ ക്വാളിഫിക്കേഷൻ അല്ല പുള്ളിയിലുള്ളത്. ഒരു രാഷ്ട്രീയത്തിലേക്കല്ലല്ലോ പുള്ളി പോകുന്നത്. പുള്ളി ഒരു നമ്മളുടെ ഒരു സമൂഹത്തിന് ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശക്കാരനാണ്. അല്ലാതെ പുള്ളിക്ക് വേറെ ഒരു വേർസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഇവിടെയുള്ള ആളുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് അവരുടെ ഉപജീവന മാർഗം. അതിൽ ഇച്ചിരി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ആ ഗ്രീഡാണ്, ആവശ്യത്തിലധികം അങ്ങനെ ഗ്രീഡിലാണ് അവർ ജീവിക്കുന്നത്. അവർ പണി ചെയ്യാൻ അവർക്ക് ഉദ്ദേശമില്ലല്ലോ, ആളുകളെ കളിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ വിചാരം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ നാട് നന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചേ പറ്റുള്ളൂ. ഞങ്ങള് ഈ ഒന്ന് രണ്ട് സ്ഥലത്തെ ഈ ശവാടക്കിനൊക്കെ പോയേ, അപ്പൊ അവിടെ നമ്മുടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ കൂടെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ശവാടക്കിന് വന്നിരിക്കുന്നത് മുഴുവൻ ഒരു 50-നും 60-നും മുകളിൽ പ്രായമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒറ്റ പിള്ളേരില്ല. ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഒരു പയ്യൻസിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്ക് ഇവനോടൊന്ന് ചോദിക്കാം എന്താ ഇവൻ ഇവിടെ വന്നതെന്ന്. അവനോട് ചോദിച്ചപ്പോൾ അവൻ ഗ്രാജുവേറ്റ് ഒക്കെയാണ്, പക്ഷേ അവൻ ഞങ്ങളിങ്ങനെ ചോദിച്ചു പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു ജോർജ് ചേട്ടൻ്റെ മോനാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു എന്നാൽ തെറ്റിപ്പോയതായിരിക്കും. പിന്നെ ഞാൻ ചോദിച്ചു മോൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവൻ ഈ നാട് വിടാഞ്ഞതിന്റെ കാരണം അവന് എപ്പിലെപ്സിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഡിഫക്റ്റീവ് പീസ് ആയതുകൊണ്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്. ബാക്കിയുള്ള പിള്ളേരെല്ലാം പോയി. ഒരുവിധം കൊള്ളാവുന്ന പിള്ളേരെല്ലാം നാട് വിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലുള്ളവർ ഇവിടെയുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ഇനിയിപ്പം ആര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് വന്നാൽ തന്നെ എന്താ സംഭവിക്കുക? ഒന്നുമില്ല. ആദ്യം അവർ ചെയ്യുന്നതിനാന്ന് ചോദിച്ചാൽ അവരുടെ പേരിൽ വന്നിരിക്കുന്ന കുറെ കേസുകളുണ്ടല്ലോ, അതെല്ലാം എഴുതിത്തള്ളൂ. അതാണ് അവർ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള മിച്ചം വന്നിരിക്കുന്ന മുഴുവൻ അടിച്ചെടുത്ത് അവരും മാറ്റും. യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇത് വന്നേ പറ്റുള്ളൂ. ജോർജ് കോട്ടയം. ഞാൻ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് സ്ഥിരം കാണുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു മൂവ്മെന്റിന് കേരളത്തിലൊരു പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഇതിന് പ്രസക്തി ഇല്ല. പിന്നെ വേറെ ഒന്നിനും ഇവിടെ പ്രസക്തി ഇല്ല. കാരണം ജനം അങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു നിങ്ങളുടെ വീഡിയോസിലുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് വിളിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആരും വരുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ആളെ നിയമിക്കണമെങ്കിൽ, ബിഷപ്പറിനായിട്ട് നിയമിക്കണമെങ്കിൽ അയാൾ തത്തുല്യമായ അതിന് യോഗ്യത ഉണ്ടായിരിക്കണം. ഒരു ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ഡ്രൈവിങ്ങിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈവൻ ഒരു തെങ്ങ് കയറ്റക്കാരനാണെന്ന് വിചാരിക്കുക, പിന്നെ തെങ്ങ് കയറാൻ അറിയാമായിരിക്കണം. അതുപോലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ക്ലറിക്കൽ എല്ലാ മേഖലകളിലും അതിന് ഒരു മിനിമം യോഗ്യത, ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷെ ഇവിടെ മാത്രം അതില്ല. ഇവിടെ ജനാധിപത്യം എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയയേ ഉള്ളൂ. അതിന്റെ ഫലമല്ലേ? അല്ല, ഇതിലും എത്രയോ ഭേദമായിരുന്നു ഈ രാജാധിപത്യവും ഈ മറ്റേ ബ്രിട്ടീഷുകാരുടെ ഭരണവും. എത്രയോ ഭേദമായിരുന്നു. ഇതിലൊന്നും ആൾക്കാർക്ക് തോന്നി തുടങ്ങിയിട്ടില്ലേ? പണ്ട് വർഷമായ കൊച്ചി മഹാരാജാവിനോട് സായിക്കൊരു ചോദ്യം ചോദിച്ചു. അങ്ങയുടെ ഈ കൊട്ടാരം വളരെ പഴകിയതും അത്ര കണ്ട് ആർഭാടമൊന്നും ഇല്ലല്ലോ, അങ്ങയുടെ ധനശേഖരം എത്ര കൊണ്ട് വലുതാണ് എന്ന് സായിപ്പ് ചോദിച്ചു. അതുകൊണ്ട് നമുക്കൊരു നല്ല കൊട്ടാരം പണിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം, അയ്യോ ഈ ധനശേഖരം എന്റെ അല്ല, ഇവിടുത്തെ ജനങ്ങളുടെയാണ് എന്നാണ്. അപ്പൊ നോക്കിക്കേ ആ വലിയ കാഴ്ചപ്പാട് എന്തായിരുന്നു നോക്കിക്കേ. നമ്മുടെ ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ എത്രമാത്രം സമ്പത്തുണ്ട് എന്ന് നോക്കുക. അത് ആരാണ് സമ്പത്ത് സ്വരൂപിച്ചതെന്ന് നോക്കുക. അവർക്ക് ആ ഓരോന്നിനോടും അവരെവിടെ പ്രവർത്തിക്കുന്നു അതിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് എത്രമാത്രം ഉണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവർ, സമൂഹത്തിനോടും ജനത്തിനോടും നാടിനോടും കമ്മിറ്റ്മെന്റ് ഉള്ളവർ ഉണ്ടാവണം. രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിന് മിനിമം ഒരു ക്രൈറ്റീരിയ വേണം. അവന്റെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻസ് അല്ല ഞാൻ പറയുന്നത്. അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരും പലതിനും കൊള്ളരുതാത്ത അല്ലെങ്കിൽ യോഗ്യരല്ലാത്തതുണ്ടല്ലോ. അപ്പോൾ അവന്റെ ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം. ഞാൻ മനസ്സിലായി. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല, ക്വാളിറ്റി ഉണ്ടായിരിക്കണം. കാര്യപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായില്ല. കാരണം കാര്യപ്രാപ്തി ഉണ്ട്, പക്ഷെ എന്തിനാ കാര്യപ്രാപ്തി എന്നുള്ളത് അവിടെ വീണ്ടും പ്രശ്നമാണ്. ഒരു മോഷ്ടാവിന് കാര്യപ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കൂടുതൽ നന്നായിട്ട് മോഷ്ടിക്കുന്നല്ലേ അർത്ഥം. അപ്പം അവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, മൂല്യബോധം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് പഴയ കാലത്തെ സിവിക്സ് പഠിപ്പിക്കുമായിരുന്നു. ആ സിവിക്സ് ഇന്ന് ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ആ സബ്ജക്ട് തന്നെ എടുത്തു കളഞ്ഞ് അവിടെയാണ് പരാജയം സംഭവിച്ചത്. അപ്പം സിവിക്സിനകത്ത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ
മൊട്ടയില് അല്ലെങ്കിൽ അവരുടെ ചെറുപ്പത്തിൽ തന്നെയാണ് കുരുന്നു മനസ്സില് ഇത് ശരിക്കും അത് രൂഢമൂലമാക്കുന്ന അല്ലെങ്കിൽ അത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അത് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ജനതയ്ക്ക്. ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ A+B+C++ മാത്രം പഠിച്ചുപോയി. സഹജീവിയോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിലെ പ്രതിബദ്ധതയെ സംബന്ധിച്ച് അവൻ വിട്ടുപോയി. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് വിദ്യാഭ്യാസം ഇല്ലേ, ഭയങ്കര വിദ്യാഭ്യാസം അല്ലേ, പക്ഷെ അവര് ചെല്ലുന്ന രോഗിയോ പ്രതിബദ്ധതയുണ്ടോ? നമുക്ക് സ്ഥിരം അറിയാവുന്ന കാര്യങ്ങളല്ലേ. മരിച്ച ആളെ വെന്റിലേറ്റർ ഇടുന്നത് വരെ നമ്മൾ പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ കൊടുക്കുന്ന മരുന്നുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ അല്ല ഇവിടെ വേണ്ടത്, ക്വാളിറ്റിയാണ്. അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറ്റുന്ന ഒന്നല്ല അത്. സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു അച്ചീവറാണ്. അദ്ദേഹം വിദ്യാഭ്യാസം നേടുകയും വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുകയും അത് സക്സസ്ഫുൾ ആക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ 12 വർഷം എടുത്ത ഒരു മിനിയേച്ചർ, ഒരു ചെറിയ പഞ്ചായത്ത് ഫോക്കസ് ചെയ്ത് അവിടെ ഇതെല്ലാം സാധ്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തില്ലേ? അല്ല, അത് തെളിയിച്ചിട്ടുണ്ട്. അത് ഭയങ്കര അനുഭവമാണ് ശരിക്കും. മിനിയേച്ചർ അത് തന്നെ എക്സാമ്പിൾ ഷ്യൂർലി. കാരണം പലരും പല ഈ മോഹന വാഗ്ദാനങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇദ്ദേഹം വേറൊരു വ്യവസായ ഫീൽഡിൽ നിന്ന് വന്ന് 12 വർഷം ഇവിടുത്തെ ഈ സകല എലമെന്റുകളോടും സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇത് നടത്താമെന്ന് കാണിച്ചിട്ടല്ലേ പുള്ളി ഈ കാര്യം 12 വർഷം എടുത്തിട്ട്, അതായത് ഒരു നല്ലൊരു പീരീഡാ. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഒരു രാഷ്ട്രീയ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദീർഘമായ 12 വർഷം എടുത്ത് ഈ തിരിച്ചറിവ് സാധാരണക്കാർ ഉണ്ടാകുമോ? ഇതാണ് ചോദ്യം. ഉണ്ടാകണം. നമുക്ക് വളരെയേറെ സന്തോഷമുള്ളത് നമ്മൾ ഈ നൽകിയ വാർത്ത കണ്ട് സാറ് വിളിക്കുന്നു, സാറിനെ പോലെ ഇത് ആയിരങ്ങൾ വിളിക്കുന്നു. അന്നേരം ആളുകളിലേക്ക് ഇങ്ങനെ ഇത് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോരുത്തർക്കും പറ്റാവുന്ന മേഖലയിലുള്ള അവരവർക്ക് റീച്ചുള്ള ആളുകളിലേക്ക് ഇത്ര എത്തിച്ചു കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ കാലം പോലല്ല. ഇതിപ്പോൾ വർഷങ്ങൾ വേണ്ട ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തും. നിമിഷങ്ങൾ കൊണ്ട് ഇന്ന് ലോകമെമ്പാടും എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആളുകൾക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്. പക്ഷെ ഇത് ആര് പൂച്ചയ്ക്കാരും മണി കെട്ടുമെന്ന് ചോദിച്ചതുപോലെ ഇത് ആര് ഇനിഷ്യേറ്റീവ് എടുക്കും എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ പിറകിൽ നടന്ന് ഈ തലവേദന വഹിക്കേണ്ടതും ഇത് മുന്നിൽ ഒരു കുരിശാണ് വരാൻ പോകുന്നത് എന്താണ് എന്ന് ഉറപ്പ് അറിയാം. എന്നിട്ട് പോലും അദ്ദേഹം മുന്നിൽ നിന്ന് ഇത് നയിക്കുമ്പം നമ്മളെപ്പോലുള്ളവരെ പറ്റാവുന്ന രീതിയിൽ അതിനൊരു താങ്ങ് കൊടുത്താൽ ശരിയാണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലേ, പിന്നെ വണ്ടി കേട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലര് ആ വണ്ടിയെ തന്നെ ഇരിക്കും, അടുത്ത വണ്ടി വരുമ്പോൾ അതേ കയറി പോകാൻ വേണ്ടിയിട്ട്. വേറെ ചിലര് പുറത്തിറങ്ങി നിൽക്കും. എന്നാൽ ഇതൊന്നും തള്ളി നോക്കാൻ എത്ര പേര് തയ്യാറാകും? അപ്പം അങ്ങനെ ഒരു സപ്പോർട്ടിങ് മൈൻഡ് ഉള്ളവരും വളരെ വളരെ അപൂർവമാണ്. നമുക്ക് ഇതുപോലെ ആളുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സാറ് ഇവിടെ സംസാരിക്കുന്നു, ഇതുപോലെ നമുക്ക് ഓരോരോ ആളുകളും സംസാരിച്ച് നമ്മളൊരു കൂട്ടായ്മയായി കഴിഞ്ഞാൽ അത് ആ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് വലിയൊരു തരംഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അല്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ സുനിൽ മാത്യുവിന്റെ ഈ ശ്രമം എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് വളരെയധികം ആൾക്കാർ കണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ലക്ഷങ്ങൾ. അതും പിന്നെ ആ ഒരു റീച്ച് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഈ പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ വളരെ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ്. കാരണം നല്ല കാര്യങ്ങൾ, മനുഷ്യന് ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. വേറെ ഉദാഹരണമായിട്ട് ഇപ്പം വെള്ളത്തിന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്നവന് വെള്ളം നീട്ടി കൊടുക്കുമ്പോൾ അവന് അല്ലെങ്കിൽ വെള്ളം ആവശ്യമുള്ളവരൊക്കെ വേഗം അങ്ങോട്ട് വരും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ദാഹിക്കുന്ന ജനത്തിന് ഏറ്റവും പറ്റിയ മെസ്സേജാണിത്. അപ്പൊ അതുകൊണ്ട് ആ മെസ്സേജിന് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും സുനിലിന്റെ നല്ല യജ്ഞത്തിന് എല്ലാവിധ വിജയാശംസകളും അതുപോലെ തന്നെ ഈ ചാനൽ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സാറിന്റെ ചാനല് നല്ല ഭംഗിയായിട്ട് പോകുന്നു, എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കോട്ടയം ഏരിയയിൽ ഈ 2020 യൂണിറ്റ് വല്ലതും തുടങ്ങുമായിരുന്നില്ലേ, കുറെ പേര് എന്നോട് ഈ ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ഒരു 10, 20, 25 പേർക്കും പറഞ്ഞു നമുക്ക് ഈ കിട്ടുന്നിടത്തൊക്കെ ഒന്ന് തുടങ്ങിയിട്ടേ ആളുകളെ ഇലക്ഷന് മുമ്പേ ഒന്ന് കൂട്ടി നിർത്തുവാണെങ്കിൽ നമുക്ക് പലയിടത്തും യൂണിറ്റ് തുടങ്ങാൻ ആളുകൾ ഇങ്ങനെ ആകാംക്ഷപരിതരായിട്ട് നിൽക്കുക. 2 മുന്നണിയും ഇതുപോലെ ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഈ 2 മുന്നണിയല്ല 3 മുന്നണിയും കണക്കാം. BJP ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മുടെ കേരളത്തിന്റെ ഇതുപോലുള്ള അധോഗതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വരുന്നത്. അപ്പൊ ഇതുപോലെ മുന്നോട്ട് പോയാൽ നമ്മുടെ ഒന്നാമത് നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ തകരും. പിള്ളേരാരും ഇവിടെ നിൽക്കുന്നില്ല. എന്തെങ്കിലും പ്രതിവിധി
ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് 2020 ഉള്ളെന്നാണ് എന്റെ പ്രതീക്ഷ. പലരുടെയും മനസ്സിൽ ഇതിനോട് വളരെ ആഗ്രഹമുള്ളവരാണ്, ഓപ്പണായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ യുവമാരുടെ ഇന്നലത്തെ ആ പ്രതിഷേധമൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? സാബു ജേക്കബിനെ ചീത്തവിളിയും ആ പ്രതിഷേധമൊക്കെ കണ്ടപ്പോ എന്ത് തോന്നുന്നു? ആ പ്രതിഷേധമൊക്കെ യുവമാരുടെ ജന്മനായുള്ള വാസനയല്ലേ, അത് ജനം പുച്ഛിച്ച് തള്ളുക സാറേ. ഇവന്മാര് എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവം. ഇവന്മാർക്ക് ഇതോടെ യുവമാരുടെ ഭാവി കേരളത്തിൽ തീരുക. കാരണം ഈ അണികൾ, ഈ CPM-കാർ തന്നെ ഇവരെ പഴിച്ചുകൊണ്ടിരിക്കുക. പിന്നിപ്പോ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഈ ഒരു രണ്ടാമത് ഇവർക്ക് കിട്ടിയതാ ഇവർക്ക് ഏറ്റവും വലിയ വിനയായി പോയത്. രണ്ടാമത്തെ ചാൻസ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ വിനയായി പോയി. പക്ഷെ ഇവര് കോൺഗ്രസിന് ഒരു ചാൻസ് കൊടുക്കുകയായിരുന്നു, ഇവർക്ക് ഇത്രയും കേട് പറ്റിയല്ല. ഇപ്പൊ ഇവർ ബംഗാളിലെ ചരിത്രം ഇവിടെ ആവർത്തിക്കും, യാതൊരു സംശയവും വേണ്ടെന്ന്. പക്ഷെ ഈ ജനം ഉണ്ടല്ലോ, ജനം ഇങ്ങനെ സംശയത്തിൽ നിൽക്കുക. എവിടെ ചേർന്നാലും അവർക്ക് ഒരു രക്ഷയില്ല, ഒരു മുന്നണിയിലും അവർക്ക് വിശ്വാസവും ഇല്ല. ഇതുപോലെ സാബു ജേക്കബ് സാറിനെ പോലുള്ള ആത്മാർത്ഥതയുള്ള ആളുകള് ഇറങ്ങി പുറപ്പെട്ട തീർച്ചയായിട്ടും ആളുകൾ കൂടെ ഉണ്ട്. പലരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊരു ചാൻസ് കിട്ടാത്തതാണ്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ യൂട്യൂബ് ഉണ്ട് സാബു ജേക്കബിന്റെ. ആരായിരുന്നു വിളിക്കുന്നത്? ഞാൻ കളമശ്ശേരി ജയിക്കബ് എന്നാണ്. എനിക്കൊരു കുറച്ച് പ്രായമുള്ള ആളാണ്. 73 വയസ്സുണ്ട്. അത്രയല്ലേ? അത് വലിയ പ്രായമൊന്നുമില്ല. മൊത്തം എന്റെ വീട്ടിൽ 6 വോട്ടുണ്ട്. നമുക്ക് ഒരു കണക്ഷൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. എന്ത് തോന്നുന്നു? സാബു ജേക്കബിന് കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എന്ത് തോന്നുന്നു അച്ഛൻ? എന്ത് തോന്നുന്നു? കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റും, പക്ഷെ നമ്മൾ ദേശീയ ലെവലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു സംശയം. നമുക്ക് ആദ്യമേ നമ്മുടെ കേരളത്തിന്റെ കാര്യം നോക്കാം. കേരളത്തിൽ നോക്കണം, പക്ഷെ നമുക്കൊരു സപ്പോർട്ട് വേണമല്ലോ, ദേശീയ പാർട്ടിയായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വേണമല്ലോ. അപ്പൊ അതിനെന്താ ചെയ്യണമെന്നുള്ള കൂടി പരിഗണിക്കേണ്ടി വരും. അല്ല, എന്ത് തോന്നുന്നു? 2020 കേരളത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ നിലവിലുള്ള ഈ കള്ളന്മാരെക്കാളും? ഇപ്പൊ ചുരുങ്ങിയത് 35 ലക്ഷം ജനങ്ങള് മുല്ലപ്പെരിയാറിൽ മുട്ടിപ്പോവും. അവര് തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണ്ഡലത്തിലുള്ള സാധ്യതയില്ലേ. 64 ലക്ഷം മറ്റേ ഇവരുണ്ട്, ആര് സാമൂഹ്യ സുരക്ഷ മേടിക്കുന്ന ആൾക്കാര്, അവരുടെ വോട്ടുകളില്ലേ. മൊത്തം ഇല്ലെങ്കിലും കുറെയെങ്കിലും കിട്ടും. സാബു ജേക്കബ് സാർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് അവരുടെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇതല്ലേ. അതുപോലെ തന്നെ 50,000 കോടിയായിട്ട് തമിഴ്നാട് എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കാൻ പറ്റൂലേ. തമിഴ്നാട്ടിൽ നിന്ന് ബലമായിട്ട് മേടിച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ ആലോചനയൊക്കെ എന്ന് വെച്ചാൽ ഞാനൊരു 8ാം ക്ലാസ്സുകാരനാണ്. നമ്മുടെ ആലോചന ഇത്രയൊക്കെ ഉള്ളു. സാബു ജേക്കബ് സാറിനെ നമ്മുടെ നാട്ടിലേക്കൊക്കെ പറ്റേരിക്കും പുൽപ്പള്ളിക്കും എല്ലാ സ്ഥലത്തേക്കും യൂണിറ്റുകൾ തുടങ്ങാൻ പറഞ്ഞാൽ, ഞാനൊരു വീട്ടമ്മയാണ് സാറേ. ഞാൻ താമസിക്കുന്ന വയനാട്ടിലാണ്. അതുപോലെ ഞാൻ അത് ഒക്കെ കണ്ടായിരുന്നു. ഇന്നത്തെ അവരുടെ കോലം കത്തിക്കലും കണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ആ സാറിനെ ജയിപ്പിക്കണം. സാബു സാറ് നല്ലൊരു മനുഷ്യനാണ്. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഇതേപോലെ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടത്തട്ടെ സാറ് പറയും. വയനാടുകാർക്ക് വളരെയേറെ താല്പര്യമുണ്ട് അദ്ദേഹത്തോടല്ലേ? അതെ, ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വെറും പാവപ്പെട്ട ആൾക്കാർ ഒത്തിരി പേരുണ്ട് സാറേ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയാണ്, പക്ഷെ ആരോടും എനിക്കൊരു എതിരൊന്നുമില്ല. പക്ഷെ നല്ല മനുഷ്യരെ നമ്മളെപ്പോഴും നല്ല മനുഷ്യരായി കാണണ്ടേ. പിന്നെ വൺ ഇന്ത്യ വൺ പെൻഷനിലൊക്കെ ഞാനുള്ള ആളാണ്. ഞാൻ മീറ്റിങ്ങിനൊന്നും പോയില്ലേലും എന്റെ പേരൊക്കെ അതിലുണ്ട്. അപ്പൊ പെൻഷന്റെ ആവശ്യത്തിന് നല്ല മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്ത് ത്യാഗം ചെയ്ത് നമുക്ക് വിജയിപ്പിക്കണം. എന്ത് തോന്നുന്നു? സാബു ജേക്കബിന് കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 100% തോന്നുന്നുണ്ട്. 100% നല്ലതിനാണല്ലോ നമ്മളെ ഈശോ പറഞ്ഞേക്കണേ, നല്ലത് ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ. ഞാൻ ഈശോയിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ നല്ലതിന് വേണ്ടി അത് ഇന്നല്ല, ഇവരുടെ കുറെ കാലങ്ങൾക്ക് മുന്നേ മുതലേ നമ്മൾ എറണാകുളത്ത് നടത്തിയ അമ്പലപ്പുഴയിലൊക്കെ നടത്തിയ കാര്യങ്ങൾ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു നമ്മുടെ വയനാട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞാലോ എന്ന്. അപ്പൊ നമ്പറൊന്നും കിട്ടിയില്ല. കുറെ കാലം ആഗ്രഹിച്ചിട്ട് ഇപ്പൊ സാറിന്റെ നമ്പർ ഞാൻ കുറെ ആയി വിളിച്ചു പറയണം എന്ന് ആലോചിച്ചിട്ട് ഞായറാഴ്ചത്തെ പ്രസംഗമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. നാടിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ. ഇപ്പൊ ഞാനായാലും ഇപ്പൊ മോനായാലും അവിടെ ഇരുന്ന് ആ പ്രസംഗങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്ത് ചാനലിൽ നടത്തുന്ന എന്തിനാ? പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ലേ. അപ്പൊ ആ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുനിലെ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധതയായിട്ട് ചെയ്യുന്നവരെ നമ്മൾ കൈപിടിച്ചുയർത്തണം. അതിനു വേണ്ടിയിട്ട് അമ്മച്ചി പറഞ്ഞ സാറിനെ ഒന്ന് കിട്ടിയാൽ ഞാൻ തന്നെ സംസാരിക്കാൻ വരാൻ പറയും കേട്ടോ. ഞാനൊരു പാവപ്പെട്ട വീട്ടമ്മയാണ്. അപ്പൊ ഇവരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സുരേഷ് ഗോപിനെ ഇഷ്ടമാണ്, സാബു സാറിനെ ഇഷ്ടമാണ്. കാരണം സാബു സാറിന് ഈ നാട്ടിലൊരു കച്ചവടം തുടങ്ങാൻ എത്ര കോടി രൂപയെന്ന് കൊടുത്ത 3400 കോടി രൂപ ഞാൻ തരാം, എനിക്കൊരു ഇത് കൊടുത്തല്ലേ സാറ് പണ്ട്. എന്നിട്ട് ഇയാൾ കച്ചവടം ചെയ്യിക്കാതെ ഓടിച്ചില്ല, എന്നിട്ട് സാബു സാറ് തോറ്റുപോയോ? അപ്പൊ അതൊക്കെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയല്ലേ ഇവര് പ്രവർത്തിക്കണം. ഇവർക്ക് ഇവരുടെ കുമ്പ നിറയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ മോനെ, വേറെ ആരെയും നന്നാക്കണം എന്നില്ല.
പട്ടിണി പാവങ്ങളെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തണമെന്നോ പാവപ്പെട്ടവർക്ക് വീടുകൾ കൊടുത്തിട്ട് ആയിരക്കണക്കിന് വീടുകളാണ് ഞങ്ങളെ വീടിന്റെ അവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു. അപ്പൊ എന്തിനാ നമ്മൾ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യം? പേര് TG വിജയൻ. 2020 വന്നാൽ എങ്ങനെയുണ്ട് നാടിന്? നല്ലതാ, കുഴപ്പമില്ല. അത് ശക്തമായി പോയെങ്കിലേ പറ്റൂ. ഇയാളിപ്പോ ചെയ്യുന്ന എന്താണ്? ഇയാൾക്ക് എതിരെ പറയുന്ന എല്ലാരെയും പിടിച്ചങ്ങ് കേസിപ്പെടുത്തുക. CMI മുഖ്യമന്ത്രി. അപ്പൊ ഇയാൾ എന്നും മുഖ്യമന്ത്രിയാക്കാൻ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. ഇയാൾക്കിത് തിരിഞ്ഞടിക്കും. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മന്ത്രിമാർക്ക് കിട്ടുന്ന ഫയലുകളൊന്നും അവർ നോക്കുന്നില്ല. അവർക്ക് അതിന് സമയമില്ല. ഇവർക്ക് തമ്മിത്താൻ എന്തെങ്കിലും കുറ്റപ്പെടുത്തുക, എന്തെങ്കിലും അഴിമതി കാണിക്കുക, അതിനെ വിമർശിക്കുക, ഇത്തരം കാര്യങ്ങൾ അവർക്ക് സമയമുള്ളൂ. ഒന്നിനുമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇടതുപക്ഷ ചിന്താധികാരനാണ്. പക്ഷെ അവർക്ക് അതിനൊന്നും നാടിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഒരു സമയമില്ല ആർക്കും. ഈ ഇടതുപക്ഷക്കാര് തന്നെ ഈ ഭരണം കൊണ്ട് നട്ടം തിരിഞ്ഞില്ല, എന്ത് തോന്നുന്നു? എല്ലാവരും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മുന്നണി ആയിരിക്കരുത്, അല്ലെ ഒരു ഭരണം ആയിരിക്കരുത് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ഇപ്പോഴത്തെ ഭരണം കണ്ടിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോഴത്തെ ഭരണം കണ്ടിട്ട് കഴിഞ്ഞാല് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഒരു സൈഡ്. കാര്യം രാവിലെ വരുക ചില ഉദ്യോഗസ്ഥന്മാര്, എല്ലാരെയും നമ്മൾ പറയില്ല, അവര് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, വൈകുന്നേരത്ത് പോവുക. അവര് പിന്നെ അവർക്ക് വേറെ കാര്യങ്ങളില്ല, നാട് കടന്നുകൊണ്ട് അവർക്ക് ആർക്കില്ല, അവർക്ക് ശമ്പളം പെൻഷനും കിട്ടുമല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രിമാര് രാവിലെ കുളിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് 100 പ്രശ്നങ്ങളാണ് വരുന്ന. ഫയലുകൾ പരിശോധിക്കാനോ അല്ലെ കേരളത്തിന്റെ വികസനത്തിന് എന്തെങ്കിലും നയങ്ങൾ രൂപീകരിക്കാനോ അവർക്ക് സമയമില്ല. കാരണം ഇവിടെ വികസിച്ചില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അടുത്തെത്തി എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും അടുത്ത ഭരണത്തിൽ ഇലക്ഷന് അവർക്ക് ജയിക്കണം, അധികാരത്തിൽ കയറണം. അല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല. അപ്പൊ അവര് കയറി കുറെ നയങ്ങൾ നടപ്പിലാക്കും. അപ്പൊ എല്ലാവരും വോട്ടിനെ ലക്ഷ്യമിടിയാണ്. ഇപ്പൊ സുരേഷ് ഗോപി അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഗുരുവായൂർ കൊണ്ടൊരു കല്യാണം വെച്ചു. അദ്ദേഹം ഒരുപാട് പേർക്ക് നമുക്ക് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം മനസ്സിനുള്ളിൽ ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു. എന്റെ മോടെ വിവാഹം നടത്തുമ്പോൾ അവിടെ 10 പാവം സാധു കുട്ടികളുടെ കൂടെ വിവാഹം നടത്തണം എന്നത് ചിന്തിച്ചില്ല ആ മനുഷ്യൻ. അദ്ദേഹത്തിന് അത് ചിന്തിക്കാമായിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന് ലോകം അംഗീകരിച്ചേനെ. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് ബന്ധമുള്ളതാ ഇനി ഗോപിയേട്ടനാ. ലക്ഷ്മി ലോഡ്ജ് കൊല്ലം ചിന്നക്കട മൂകാംബിയ അവിടെ. അദ്ദേഹം ഈ അന്നേരം ഒരു 10 സാധു പെൺകുട്ടിയുടെ കഴുത്തിൽ കൂടെ താലി കാത്തി വിട്ടണമെങ്കിൽ എത്രയോ ഭാഗമായിട്ട്. ഇതിപ്പോ മോദി വന്നു അദ്ദേഹത്തിന് എപ്പം വേണമെങ്കിലും വരാം. ആ ഗുരുവായൂർ ക്ഷേത്രമാണ്. അപ്പൊ അത് ഒരു വല്ലാത്ത ഒരു ഇതായി പോയി എന്ന് മാത്രം. സാബു ജേക്കബ് കൊള്ളാമെന്ന് തോന്നാൻ കാരണം എന്താ? ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുമ്പം ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയായി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എല്ലാ വകുപ്പിനെ പറ്റി അറിയാം. ഓരോ വകുപ്പിനും എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ അറിയാം. കാര്യം അത് പ്രാക്ടിക്കലാണ്. അദ്ദേഹത്തിന് അറിയാം നാടിന്റെ വികസനത്തിൽ എന്ത് ചെയ്യണമെന്നറിയാം, എങ്ങനെ ചെയ്യണമെന്നറിയാം. അതാണ് അവിടെ വിജയിച്ചു വരയ്ക്കുന്നത്. അദ്ദേഹത്തിന് കാര്യഗൗരവമുണ്ട്, കാര്യങ്ങൾ അറിയാം. ഇതിപ്പം ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എത്ര പേരുണ്ട് കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ച 10 പേർക്ക് തൊഴിൽ കൊടുത്ത് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ജേക്കബ് സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയൊക്കെ പോയാൽ ഇവിടെ നാട് നന്നാവുമെന്ന് അറിയാം. അതാണ് സന്തോഷ് ജോർജ് കൊള്ളങ്കടിയും പറയുന്നത്. അദ്ദേഹത്തിനെ ടൂറിസം വകുപ്പ് മന്ത്രിയാക്കിയാൽ കേരളം സൂപ്പറാവും, അല്ലെങ്കിൽ ഇന്ത്യയിലാക്കിയ കാരണം അദ്ദേഹത്തിന് എല്ലായിടവും നാട് കണ്ട് പരിചയമുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ആകെ പ്രശ്നം തന്നെ കേരളത്തില്. ഇപ്പൊ ആരെയും കുറ്റം ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലായാലും ശരി തന്നെ, മന്ത്രിയുടെ ഓഫീസിലായാലും ശരി തന്നെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ. ഇപ്പൊ തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമുണ്ടോ? രേഖകൾ വേണം, അതാർക്കും. അപ്പൊ ഇതാണ് ജേക്കബ് സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആ മുന്നണി നല്ല രീതിയിൽ കൊണ്ടുപോയാല് അത് വളരെ ആസൂത്രിതമായിട്ട് ഇപ്പോഴേ തുടങ്ങണം. 151 മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളിൽ തുടങ്ങണം. നല്ല വ്യക്തിത്വം ഉള്ളവരെ അങ്ങോട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. അപ്പൊ അതിന് ആ മുന്നണി തീർച്ചയായിട്ടും VIP ഒന്നും ഇവിടെ വേണ്ട, അവര് തന്നെ മതി. ആ കിഴങ്ങൽ ട്രിപ്പലത്തിൽ അവിടുത്തെ മാതിരി അങ്ങോട്ട് പിന്തുടരും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ നേതൃത്വശേഷി വളരെ വിജയമായിട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. എന്റെ ആ ഫയലൂടെ ഒന്ന് നോക്കിക്കോ. കയ്യേറ്റം. ഞാനേ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചേ, കോഴിക്കോട് വിളിക്കുന്നേ. പേരെന്തായിരുന്നു? ലിനോ. ഞാനിവിടെ ഒരു IT വർക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ കൂടെയുള്ള ഒരുപാട് പേര്, എന്റെ എന്താ പറയാ, ഫാദർ ഇൻ ലോ ഒക്കെ പഴയ LDF-കാരനാണ്. ടീം ഭയങ്കര ശക്തനായിട്ടൊക്കെ നടക്കുന്നതാണ്. പക്ഷെ അവരോട് ഇപ്പൊ ചോദിച്ചാൽ പേഴ്സണലി ബന്ധത്തിന് പാർട്ടിക്കാർ പുറത്ത് പറയില്ലെങ്കിലും
മൂപ്പരോട് അടുത്ത പ്രാവശ്യം ആർക്കാ വോട്ട് കുത്തുന്നതെന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് കുത്താൻ ഒരു പാർട്ടി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾ ക്രിസ്ത്യനാണ്, അപ്പൊ പ്രശ്നത്തിലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? LDFനും കൊടുക്കാൻ പറ്റൂല, കോൺഗ്രസിനും കൊടുത്തിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഒക്കെ പണ്ടത്തെ കോൺഗ്രസ് ഒക്കെ പിന്നെയല്ല. ഞങ്ങൾക്ക് ബേസിക്കലി കോൺഗ്രസ്സുകാരാണ് ഞാൻ. പക്ഷെ ഞങ്ങൾ വോട്ട് ഒരു കാലത്തും കറക്റ്റായിട്ട് എന്താ പറയുക ആളെ നോക്കി കുത്തലേ ഉള്ളൂ, അല്ലാണ്ട് പാർട്ടി നോക്കി കുത്തുന്ന പരിപാടി പണ്ടേ ഇല്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ മക്കള് പഠിക്കുന്ന, എന്റെ മക്കളൊക്കെ 5ലും 6ലും 7ലൊക്കെയാണ്. അപ്പൊ അവരുടെ കൂടെ പഠിക്കുന്ന കുറെ ഫ്രണ്ട്സും കാരണവന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നല്ലൊരു പാർട്ടി വന്നാൽ ഉറപ്പായിട്ട് വോട്ട് കുത്തും. അത് ഈ പറയുന്ന LDFകാരും കുത്തും, നല്ലവര്. ഞാൻ പറഞ്ഞ നമുക്ക് മറിക്കാൻ പറ്റില്ല. പക്ഷെ പാർട്ടി മത്സരിക്കുമ്പോൾ കേരളം മൊത്തം മത്സരിക്കണം, അല്ലാണ്ട് ഒരു സൈഡിൽ നിന്നിട്ട് നമുക്ക് മത്സരിച്ച് ആരും വോട്ട് കുത്തില്ല. കാരണം ഭരണം പിടിക്കാൻ പറ്റില്ല, പിന്നെ കുത്തുന്നതിൽ കാര്യമില്ലല്ലോ എന്നുള്ളതാണ് പോയിന്റ്. അപ്പോ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ ആദ്യം തന്നെ ഈ കോൺഗ്രസിനെ LDFിനെയൊക്കെ വെറുപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ തന്നെ ടീമിലുള്ള എന്റെ ഇടത്തും വലത്തും കൂട്ടുകാരന്മാരും മൊത്തം വേറെ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്തിൽ തന്നെ കുത്തുള്ളൂ. നല്ലൊരു പാർട്ടി വന്നാൽ, അതായത് ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ള, നന്നായി മാതൃക കാണിക്കുന്ന, കട്ടുപോകാത്ത, വലിയ ജാതിയും മതമൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർ വന്നാൽ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ പാർട്ടിന്റെ വർക്ക് ഇലക്ഷനൊക്കെ എത്രയോ മുമ്പ് തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് എന്റെ ഒരു ഇനി നമുക്ക് സമയമുണ്ട്. 2 കൊല്ലത്തിൽ കൂടുതൽ നമ്മുടെ മുന്നിൽ ഇനിയുണ്ട്. ആവശ്യത്തിനുള്ള സമയമുണ്ട്. അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് 2020 അല്ലെങ്കിൽ സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. പക്ഷെ വേറൊരു പ്രശ്നം എന്താ പറയുക, കൊല്ലം നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ പിടിക്കാൻ കഴിയില്ല. കാരണം 2 പാർട്ടീനെയും കൊണ്ട് ജനങ്ങൾ മടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യണം തീരുമാനമായിട്ടില്ല ഇതുവരെ. നേതാവ് ആരാവും, മുഖ്യമന്ത്രി ആരെന്താവും, അല്ലെങ്കിൽ ആര് നേതാവും എന്നൊന്നും ഒരു അടി കഴിഞ്ഞിട്ടില്ല അവർക്ക്. LDFകാരാണെങ്കിൽ ഇതിൽ കൂടുതൽ നശിപ്പിക്കാനും ഇല്ല. അപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഭരണം, പാർട്ടീനെ, BJPനെ ആണെങ്കിലും കുറെ ആൾക്കാർ സംശയത്തോടെയാണ് നോക്കുന്നത്. BJP ഇന്ത്യ വളരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് അതിനകത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നല്ലൊരു പാർട്ടിക്ക് സ്കോപ്പ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു റൂട്ട് ലെവലില്, ഏറ്റവും ബേസ് ലെവലിൽ ജനങ്ങളെ, ഇപ്പൊ ഞാൻ പറയാം, നാട്ടിൽ നടക്കുന്ന ഇഷ്ടംപോലെ യുവജനങ്ങളുണ്ട്. ഫുട്ബോൾ കളിയിലായിരിക്കും, ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വൈകുന്നേരം ഒത്തുകൂടുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ബൈക്ക് റേസിംഗ് ആയിട്ട് നടക്കുന്ന കുറെ പിള്ളേരായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് കുറെ ഈ ഗ്രൂപ്പുകളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇവരായിരിക്കും നല്ല ബന്ധമുള്ളതും കണക്ഷൻ ഉള്ളതും. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ ഒരു ചിറ്റപ്പന്റെ മോനുണ്ട്. ഇവൻ ഇപ്പൊ 5 മാസത്തെ ഓൾ ഇന്ത്യ ടൂർ, 5 മാസത്തെ കേട്ടോ, ബൈക്കിൽ ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ അവര് നേപ്പാള് അവിടെ ഇവിടെയൊക്കെ പോയി, വേറെ ഭൂട്ടാൻ, അങ്ങനെ കുറച്ച് 2-3 ചെറിയ രാജ്യങ്ങളും ഇന്ത്യ മൊത്തം 5 മാസമായിട്ട് കഴിഞ്ഞ ആഴ്ച എത്തിയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബേക്കിൽ, ഇങ്ങനെയുള്ള പിള്ളേരുടെ ബേക്കിൽ ഭയങ്കര വലിയ ഗ്രൂപ്പുകളുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേര്, അത് ചിലപ്പോൾ റൈഡിങ്ങിലായിരിക്കാം, ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കാം, ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കാം. കുറച്ച് ലോക്കലിലെ, ഓരോ നാട്ടിലും ലോക്കൽ ഒരു ഗ്യാങ് ഉണ്ടാവും. ഈ ഗ്യാങ് ആണ് തീരുമാനിക്കുക പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നതിനെ കുറിച്ചിട്ട്. അവർ ഇതിനകത്തൊന്നും ബോധേടല്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത്, അവർക്ക് ഏത് പാർട്ടിയാണേലും എങ്ങോട്ട് ഇറങ്ങാൻ ഒരു മടി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ പിള്ളേർ പക്ഷെ ഇവര് ജനങ്ങളെ സേവിക്കാൻ നല്ല മിടുക്കരുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പയ്യൻ MBA കഴിഞ്ഞ പയ്യനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അവർക്ക് ജനങ്ങളെ സേവിക്കണം, നാട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് തോന്നുന്നു അവന്റെ ഒരു വീട്ടില് അല്ലെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വിളിക്കുന്ന സമയത്ത് 100 പേരൊക്കെ വരില്ല പിള്ളേർ, അവന്റെ കൂട്ടുകാരന്മാര് ഒരു ഇടിച്ചുകൂടിയാ വരിക. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നാട്ടില്. ഞാൻ പറയാം, നമ്മുടെ ഓട്ടോ യൂണിയൻ, ഈ ഓട്ടോ സ്റ്റാൻഡേയും അല്ലെങ്കിൽ CATUവിൽ ആൾക്കാർ കൂടാൻ കാരണം എന്താ? അവൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അവന്റെ കൂടെ ആളുണ്ടെന്നുള്ളതുകൊണ്ടാ. പക്ഷെ ന്യായമായിട്ടുള്ള കാര്യത്തിന് മാത്രം നിന്നാൽ മതി. പക്ഷെ ന്യായമായിട്ടും നമ്മുടെ ഓപ്പോസിറ്റ് ആരും വന്ന് വെറുതെ മെക്കെട്ട് കയറാൻ പറ്റില്ല എന്നൊരു ധൈര്യം നമ്മുടെ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. അന്യായത്തിലൊന്നും ഞങ്ങളെ കിട്ടൂല. പക്ഷെ ന്യായമായി നിങ്ങൾക്കൊരു നടക്കേണ്ട കാര്യം നടന്നു കിട്ടും. അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കിട്ടും. വില്ലേജ് ഓഫീസിൽ പോയാൽ നമ്മുടെ ഒരു പയ്യൻ, ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ടീമിനെ നിർത്തി, അവൻ വില്ലേജ് ഓഫീസിൽ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ എന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ പിള്ളേരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് റൂട്ടിൽ ലെവലിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്കിത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഇനി ഏത് ലെവലിൽ നിങ്ങൾ കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലേലും ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഞാനത് പറയാനാണ് വിളിച്ചത്. കാരണം എല്ലാവർക്കും ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം, എന്താവശ്യം ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് വെറുതെ ഒരു തോന്നലല്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി പിടിക്കല് കടമ്പയായിരിക്കും. കാരണം 2 കൂട്ടരെ കൊണ്ട് മടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മയപ്പം പഴയ DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങേര് വോട്ട് കുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേരെ പാർട്ടിക്ക് വോട്ട് കുത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം പേഴ്സണൽ പാർട്ടി പരിപാടിക്കൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്, ആക്റ്റീവാ. പക്ഷേ അത് മൂപ്പർക്ക് അങ്ങനെ മാറി അങ്ങ് നിൽക്കും. കുറച്ചു കാലം വിട്ടൊക്കെ നിന്നു. പക്ഷെ എന്നാലും ഇപ്പൊ അങ്ങനെ മാറി അങ്ങ് എന്താ പറയാ, മാറി നിന്നാലും അതിന്റെ ഒരു ചെറിയ ചടപ്പും കാര്യങ്ങളും. കാരണം അങ്ങനെ പാർട്ടിയിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് അതുകൊണ്ട് അങ്ങ് ഇറങ്ങുന്നുണ്ടെന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വോട്ടിന്റെ കാര്യത്തില്
പിണറായിനെ ലോകത്തിലെ ഈ LDF തന്നെ ഉള്ള ആൾക്കാർക്ക് പിണറായി തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല, നന്നായിട്ടുള്ള ആൾക്കാർക്ക്. കാരണം നമ്മുടെ പാർട്ടീനെ ഇത്രയും കൂട്ടിച്ചോറാക്കിയ വേറൊരാളില്ല എന്നുള്ള ചിന്ത പാർട്ടീനോട് സ്നേഹമുള്ളവർക്ക്, ബോധമില്ലാണ്ട് വെറുതെ പാർട്ടിയിൽ ചെയ്യും വിളിച്ചിറക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ചിന്തിക്കുന്ന ഉള്ളിലുള്ള ആൾക്കാർക്ക് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ അത് കാര്യം വിജയിക്കില്ല എന്നുള്ളത് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വോട്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം ഈ പറഞ്ഞ സമയത്തൊക്കെ പതുക്കെ തുടങ്ങുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ വിജയിക്കുന്നവരുടെ ഒപ്പം ആളുണ്ടാവുള്ളൂ. ലോകത്തെല്ലാം അങ്ങനെയാണ്, ബലവാന്റെ ഒപ്പം ആളുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും, നമുക്കിനി ഈവൻ ഒരു പകുതി വോട്ടെങ്കിലും പിടിക്കാൻ പറ്റും ഈ വർഷം എന്ന് നമ്മളെ രീതിയിൽ നമ്മൾ റൂട്ട് ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ അറിയുന്ന ആൾക്കാർ മുഴുവൻ, ഞാൻ പറഞ്ഞ നമ്മുടെ ബന്ധത്തിലുള്ളതും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇതേപോലത്തെ ടോപ്പിക്ക് എന്തെങ്കിലും വന്നാലും ഈ 2 കൂട്ടർക്ക് എന്തല്ല വോട്ട് നല്ലൊരു ശതമാനം ആൾക്കാരുടെ അടുത്ത് ഇല്ല, അത് ഉറപ്പാണ്. നമ്മുടെ ഒന്നും ഫാമിലിയിൽ ഒരു വോട്ട് പോലും കിട്ടൂല ആർക്ക്. പിന്നെ ഇനിയിപ്പോഴത്തെ കൺഫ്യൂഷൻ BJPക്ക് ഉത്തരം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ. വളരെയേറെ സന്തോഷം ഇങ്ങനെ ഫീഡ്ബാക്ക് തന്നതിന്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് പ്രതികരണം ഞങ്ങളെ വിളിച്ചറിയിച്ച എല്ലാ i2i ന്യൂസ് പ്രേക്ഷകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഇനി പ്രതികരണങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി, 2020 വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി കേസുകൾ, പറ്റാവുന്ന വകുപ്പുകളൊക്കെ ചേർത്ത് നല്ല കട്ടിക്ക് എഴുതി പിടിപ്പിച്ച് ഇനിയും കൊണ്ട കൊടുക്കുക. 2020 ആസ്ഥാനത്ത് പുതിയൊരു ബോർഡ് വെച്ച് മാലയൊക്കെ ഇട്ടു എന്നാണ് വിവരം. കമ്മിക്കുട്ടന്മാർ ഈ പാർട്ടിയുടെ മുടിഞ്ഞ ഐശ്വര്യം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.